എന്തായാലും മേക്കപ്പ് ചെയ്യല്ലേ വ്ളോഗ് എടുക്കാതെ വിചാരിച്ചു. എൻ്റെ മുഖം കണ്ടാലറിയാം ഇത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ വേറൊരാൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ പോണേ, അതും ക്ലാസിക്കൽ ഡാൻസ്. അപ്പോൾ ഇത് ഭദ്ര മണിക്കുട്ടൻ്റെ അനിയുടെ മോളാണ്, അപ്പോൾ അവൾക്കാണ് ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ പോണേ. ഇവിടെ മേക്കപ്പ് ചെയ്യാൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ആൻറ്റി അടുത്ത് പറഞ്ഞാണ്, ആൻറ്റി ക്ലാസിക്കൽ ഡാൻസിൻ്റെ സാധനങ്ങളൊന്നും എൻ്റെ അടുത്തില്ല. അപ്പോൾ ആൻറ്റി പറഞ്ഞു സാരമില്ല, നിങ്ങൾ ചെയ്യണ പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ചെയ്യണ പോലെ സാധാരണ നോർമൽ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ക്ലാസിക്കൽ ഡാൻസ് ചെയ്തൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഒരു പാൻ കേക്ക് അപ്പൂൻ്റെ അടുത്ത് നിന്നൊക്കെ ഒപ്പിച്ചിട്ട്, പക്ഷേ മഞ്ഞ കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മഞ്ഞ കളർ ഫൗണ്ടേഷൻ ഇട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. പക്ഷേ ഫൗണ്ടേഷനും പാൻ കേക്കും കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ വന്നപ്പം എന്തോ മേക്കപ്പ് സെറ്റ് ആവണുണ്ടായിരുന്നില്ല ബേസ്. അപ്പോൾ തന്നെ എൻ്റെ കോൺഫിഡൻസ് പോയി. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഗൈസ് ആദ്യമായിട്ട് ചെയ്യണോണ്ട്. പിന്നെ അതുമല്ല ഐഷാഡോ ഒക്കെ പിന്നെ ഞാൻ ഒരുവിധം എന്തൊക്കെയോ സെറ്റാക്കി, കാരണം നല്ല വലുതാക്കി എഴുതാനുള്ളതല്ലേ കണ്ണൊക്കെ. അപ്പോൾ കുറച്ച് ഗ്ലിറ്ററും പിന്നെ റെഡൊക്കെ ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ഈ അവളുടെ പിരികം ത്രെഡ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എഴുതി വന്നപ്പോൾ ആദ്യം വലുതായിട്ടൊക്കെ വന്നു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച് കയ്യിൽ നിന്ന് പോയി. അപ്പവും വീഡിയോ എടുക്കലൊക്കെ നിർത്തി ആ കൊളായിന്ന് ഓർത്തിട്ട്. പിന്നെ ഞാൻ എന്തൊക്കെയോ കാണിച്ച് മറ്റേ ഫൗണ്ടേഷനൊക്കെ വെച്ചിട്ട് വരച്ച് താഴെ വരച്ച് അങ്ങനെ റെഡിയാക്കി. ഇപ്പോൾ ഹൈലൈറ്ററൊക്കെ ഇട്ടിട്ടാണെങ്കിൽ അവൾ പിരികത്തിലേക്ക് പോകണം. കറക്റ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഫിനിഷിംഗ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ നോസ് കട്ട് ചെയ്തതാണെങ്കിലും ഞാൻ ഫൗണ്ടേഷനും എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു കോണ്ടോർ ചെയ്യണ കളറൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തത്. ആദ്യം ചെയ്തപ്പോൾ ഒരു ഇതായെങ്കിൽ കുറവൊക്കെ ചെറിയ തെറ്റൊക്കെ വന്നെങ്കിലും ഞാൻ പിന്നെ അത് കറക്റ്റ് ചെയ്തെടുത്തു വരച്ചൊക്കെ. പിന്നെ ഈ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഫുൾ ഡീൽ ചെയ്തത് അപ്പുവാണ്. അപ്പോൾ കൊണ്ട് ഭയങ്കര ഹെൽപ്പായിരുന്നു, കാരണം ഡ്രസ്സൊക്കെ അവൾ ഫുൾ സെറ്റ് ചെയ്തു. പിന്നെ ഈ ഹെയറൊക്കെ എനിക്ക് അറിയാനേ പാടില്ല എന്താ ചെയ്യേണ്ടതെന്നിട്ട് ഭദ്രയ്ക്ക് ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് അവളെല്ലാം പറഞ്ഞു തന്നു, ഇങ്ങനെയാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് അതുപോലെ ചെയ്തു കൊടുത്തു. പിന്നെ ലാസ്റ്റായിട്ടാണ് ഈ ലിപ്പ് വരയ്ക്കണം. അപ്പോൾ ആൻറ്റി അടുത്ത് നല്ല റെഡ് കളറുള്ളതായിട്ട് ഒരു ലിപ്സ്റ്റിക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡാർക്കായിട്ട് വരച്ചത്. പക്ഷേ ലിപ്സ്റ്റിക് ഇട്ട് വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടി ബ്ലാക്ക് ഔട്ട്ലൈൻ ആയിരുന്നു ഹൈലൈറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ വേറെ ലിപ്സ്റ്റിക്കും ഇല്ല എൻ്റെ അടുത്ത്. അങ്ങനെ ആൻറ്റി പിന്നെയും ഞാനൊരു 2-3 കോട്ടൊക്കെ അടിച്ചടിച്ച് ആ ലിപ്സ്റ്റിക്കും കറക്റ്റ് ചെയ്തെടുത്തു. അങ്ങനെ സിന്ദൂരമൊക്കെ തൊട്ടു. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണോ, ഫസ്റ്റായിട്ടുള്ള എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എന്താ പറയേണ്ടതെന്നറിയില്ല. മൊത്തം ടെൻഷൻ അടിച്ച് ഈ 3 മിനിറ്റുള്ള വീഡിയോ ഞാനൊരു 2.5-3 മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ ഈ മേക്കപ്പ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഈ ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കുഞ്ഞു കാര്യം ഞാൻ വ്ളോഗായിട്ട് എടുത്തത്. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ മേക്കപ്പ് ചെയ്ത കുട്ടി. എങ്ങനെയുണ്ട്? ഇതാണ് നമ്മൾ മേക്കപ്പ് ചെയ്ത കുട്ടി. കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ആൻറ്റിക്കും ഭദ്രയ്ക്കൊക്കെ മേക്കപ്പ് ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഗൈസ്, ബൈ.